പെരുമ്പാവൂരിലെ യുവതിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയതിൽ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകും. ശ്യാം, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വധശിക്ഷയ്ക്ക് സ്റ്റേ. എന്താണ് സുപ്രീം കോടതി ഉത്തരവ്? ഇന്നലെയാണ് അമീറുൽ ഇസ്ലാമിന്റെ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ, അതായത് പെരുമ്പാവൂരിലെ കേസിൽ അമീറുൽ ഇസ്ലാമിന്റെ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഈ കേസിലാണ് ഇന്ന് അതിന്റെ വിശദമായ ഉത്തരവ് വരുമ്പോൾ സുപ്രീം കോടതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസുമാരായ BR ഗവായ്, സഞ്ജയ് കരോൾ, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട 3 അംഗ ബെഞ്ചിന്റേതാണ് നടപടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലിൽ വിധി പറയുന്നത് വരെയാണ്, ഈ അപ്പീലിൽ തീരുമാനമെടുക്കുന്നത് വരെയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. ശിക്ഷ ലഘൂകരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് 3 അംഗ ബെഞ്ചിന്റെ നിർദ്ദേശം. മാത്രമല്ല, മാനസികമായ പ്രത്യാഘാതങ്ങൾ, മാനസികമായ കാരണങ്ങൾ ഉൾപ്പെടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതി ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും പ്രതിയുടെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്ന ഏറ്റവും സുപ്രധാനമായ വാദം എന്നത് ഈ പ്രതി ഒരു പിന്നോക്ക സാമൂഹിക അവസ്ഥയിലുള്ള ആളാണ്. കാരണം രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകളിൽ ഭൂരിപക്ഷവും സാമൂഹികമായും സാമ്പത്തികമായും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവരാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യം പഠിക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം അമീറുൽ ഇസ്ലാമിന്റെ അപ്പീലിൽ നൽകിയിരുന്നതിൽ ഒരു സുപ്രധാനമായ വാദം. ഇരയുടെ ജീവിതാവസ്ഥയും ജീവിത സാഹചര്യങ്ങളും കോടതി പരിശോധിച്ചില്ലേ? ഇത് മറ്റൊരു കാര്യങ്ങൾ, അതായത് ഇതിന്റെ മെരിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. പ്രാഥമികമായി ഇതിന്മേൽ സുപ്രീം കോടതി വാദം കേൾക്കുകയും ആ വാദം അനുസരിച്ചാണ് അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ നടപ്പാക്കുന്നത് സുപ്രീം കോടതി തടയുകയും ചെയ്തത്. വിശദമായി എന്തെങ്കിലും ഒരു വാദത്തിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല. മാത്രമല്ല, ഇതിന്മേൽ സംസ്ഥാന സർക്കാർ, ജയിൽ അധികൃതർ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് നൽകണം എന്ന കാര്യവും കൂടി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഡൽഹി പ്രൊജക്ട് 39A എന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു നിയമസഹായ വേദിയാണ് അമീറുൽ ഇസ്ലാമിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. അതിലാണ് അഭിഭാഷകയായ ശ്രേയ ദസ്തോൽ നൽകിയ ഹർജിയിലാണ് ഇത്തരമൊരു നടപടിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന സർക്കാർ, വിയൂർ സെൻട്രൽ ജയിൽ പ്രസിഡന്റ്, സൂപ്രണ്ട് എന്നിവർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ റിപ്പോർട്ട് നൽകണം. അതായത് തൽസ്ഥിതി റിപ്പോർട്ട് നൽകണം. അമീറുൽ ഇസ്ലാമിന്റെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച്, മാനസികാവസ്ഥ സംബന്ധിച്ച്, സാമൂഹിക പരിഷ്കരണ സാധ്യതകൾ സംബന്ധിച്ച് അടക്കമുള്ള റിപ്പോർട്ട് നൽകണം എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 8 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ജയിൽ അധികൃതർക്ക് നിർദ്ദേശം. മാത്രമല്ല, തൃശൂർ മെഡിക്കൽ കോളേജ് ഇത് സംബന്ധിച്ച് ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും രൂപീകരിക്കുകയും അത് സംബന്ധിച്ച് അമീറുൽ ഇസ്ലാമിന്റെ മാനസികാവസ്ഥ സുപ്രീം ചെയ്യണം എന്നൊരു നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടു. അതിനോടൊപ്പം മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ അത് ഗൗരവത്തിൽ പരിശോധിക്കാൻ കോടതി തീരുമാനിക്കുമ്പോൾ ആ ഹർജിയിലെ ചില കാര്യങ്ങളും പ്രസക്തമാകുമല്ലോ. ഇപ്പോൾ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുമ്പോൾ കോടതി ആവശ്യപ്പെടുന്നത് മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കണം. അതായത് ഈ പ്രതി ഈ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷമുള്ള ഇയാളുടെ രീതികൾ, ജയിലിലെ അയാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് പറയുമ്പോൾ പിന്നീടുള്ള മാനസാന്തരം കൂടി പരിഗണിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയായിട്ട് കാണേണ്ടി വരുമോ? ജസ്റ്റിസുമാരായ BR ഗവായ്, സഞ്ജയ് കരോൾ, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. വിധിന്യായം വധശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുന്നത്. എന്തായാലും 8 ആഴ്ചത്തേക്കാണ് ഇത്, അതായത് 8 ആഴ്ചക്കുള്ളിൽ മറുപടി നൽകണം, സംസ്ഥാന സർക്കാർ മറുപടി നൽകണം എന്ന കാര്യവും കൂടി സുപ്രീം കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 2016 ഏപ്രിൽ മാസം 28-നാണ് പെരുമ്പാവൂരിൽ സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച ഒരു കൊലപാതകം നടക്കുന്നത്. അത് നിയമവിദ്യാർത്ഥിനി ആയ ഒരു യുവതിയാണ് അതിൽ കൊല്ലപ്പെടുകയും ചെയ്തത്. അത് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് എന്നാണ് വിചാരണ കോടതിയും ഒപ്പം ഹൈക്കോടതിയും അതിന്മേൽ നിരീക്ഷിച്ചിരുന്നത്. മാത്രമല്ല, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അത് ശരിവെക്കുകയും ചെയ്തിരുന്നു. ഈ വധശിക്ഷ വിചാരണ കോടതി ശിക്ഷ വിധിച്ച വധശിക്ഷയാണ്
നിശ്ചയം ഒരു തിരഞ്ഞെടുപ്പ് കാലത്തിന് തൊട്ടു മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. വലിയ രീതിയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകമാണ്. ഇതിൽ കേരളത്തിന് ഒരുമിച്ചൊരു വികാരം, പ്രതിക്ക് ശിക്ഷ വേണം എന്നതിലുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷ ഇപ്പോൾ പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കമാൽ പാഷ, ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഈ പറയുന്നത് മനഃശാസ്ത്ര ജയിലിലെ സ്വഭാവ റിപ്പോർട്ടുകൾ ഹാജരാക്കണം, മാത്രമല്ല അതിന് തൃശൂർ മെഡിക്കൽ കോളേജിലെ പ്രത്യേക സംഘത്തെ നിയോഗിക്കണം, ശിക്ഷ ലഘൂകരിക്കാൻ കാരണമുണ്ടെങ്കിൽ പഠിച്ച് അതിന്മേലും റിപ്പോർട്ട് നൽകണം എന്ന് കോടതി പറയുമ്പോൾ അതെന്ത് സൂചനയാണ് നൽകുന്നത് ശ്രീ കമാൽ പാഷ? സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വലിയ ഉത്തരവാണ്. കേരളത്തെ സംബന്ധിച്ച് അത് ആശങ്കയുണ്ടാക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ്. നിയമ വിദ്യാർത്ഥിയുടെ കൊലപാതകം, കേരളം ഏറെ ചർച്ച ചെയ്ത പെരുമ്പാവൂർ കൊലപാതകം. ആ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതിക്ക് നൽകിയ ശിക്ഷ അയാളുടെ തന്നെ ഹർജിയിൽ ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ജസ്റ്റിസ് കമാൽ പാഷ, കേൾക്കാമോ? ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഗവായുടെ വിധിയിൽ പറയുന്നത്. മറുപടി പറയാം, ഞാൻ കേട്ടു. പറഞ്ഞോളൂ. അതായത് ഇത് സാധാരണ ഒരു നടപടിക്രമം മാത്രമേ ഇത് ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ അസാധാരണമായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അസാധാരണമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഇയാളുടെ ഏതാണ്ട് ജയിലിലെ പെരുമാറ്റവും അതുപോലെ അയാളുടെ മാനസിക സ്ഥിതിയും ഇതൊക്കെ ചോദിക്കുന്നത്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് സാറിനെ അങ്ങനെയൊന്നും ചെയ്യാറുള്ള കാര്യമല്ല. ഇത് ഞാൻ സാധാരണ നടപടിയാന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? അതായത് ഇവിടെ ഒരു സെഷൻസ് കോടതി ഒരാൾക്ക് ഡെത്ത് സെന്റൻസ് വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൈക്കോടതി കൺഫേം ചെയ്യണം, എന്നാലേ ഡെത്ത് സെന്റൻസിന് വിലയുള്ളൂ. അതായത് ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് പാസ്സാക്കുന്നത് ഹൈക്കോടതിയാണ്, സെഷൻസ് കോടതി അല്ല. അപ്പൊ അതിന് മേളിലുള്ള ഒരു അപ്പീൽ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് അപ്പീൽ എന്നുള്ള നിലയ്ക്ക് സാധാരണ സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കപ്പെടണം, അതേ ഉള്ളൂ. അത് സുപ്രീം കോടതി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കും, ഉറപ്പാണ്. പക്ഷേ ശ്രീ കമാൽ പാഷ, താങ്കൾ ഈ പറഞ്ഞ ആശങ്കയാണ് ഇപ്പോഴുള്ളത്. ശിക്ഷ ലഘൂകരിക്കാൻ കാരണമുണ്ടെങ്കിൽ അതിൽ പഠിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഈ ജയിലിലെ പെരുമാറ്റം അത് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് അയാൾക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് കോടതി പരിശോധിക്കുകയാണ്. ബാക്കിയും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് അതിനകത്ത് പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഒരാളെ നോക്കുന്ന സാധാരണഗതിയിൽ അയാൾക്ക് ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിപ്പോ 2 പ്രാവശ്യം അത് നോക്കിക്കഴിഞ്ഞു. സെഷൻസ് കോടതിയും വിലയിരുത്തി, പിന്നെ ഹൈക്കോടതിയും വിലയിരുത്തിയിട്ടാണ് ഡെത്ത് സെന്റൻസ് കൺഫേം ചെയ്തത്. ആ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിക്ക് നോക്കുന്നത് ഇതിന് കാരണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പിന്നെ നോക്കേണ്ടത് ശിക്ഷയുടെ കാര്യം മാത്രമാണ്. അതായത് ഈ ഡെത്ത് സെന്റൻസ് ചെയ്യാൻ പറ്റുമോ, വീണ്ടും ഒന്നുകൂടെ അപ്പീൽ കൺഫേം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുവേണ്ടിയാണ് അയാളുടെ മാനസിക സ്ഥിതി, ജയിലിലെ പെരുമാറ്റം, ശിക്ഷ കുറയ്ക്കാൻ പര്യാപ്തമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് ബാക്കി എനിക്ക് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടംപ്റ്റ് ആവുന്നതുകൊണ്ട് ഞാനൊന്നും പറയാത്തതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ ചെയ്തേക്കുന്നത്. ഒറ്റ കാര്യം കൂടി ശ്രീ കമാൽ പാഷ, ഇപ്പോൾ കോടതി പരിശോധിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്നും മോശം സാമൂഹ്യ പശ്ചാത്തലത്തിൽ കഴിയേണ്ടി വന്നതുകൊണ്ട് പ്രതി ഇങ്ങനെ ഒരു കുറ്റം ചെയ്തതായിരിക്കാം. പൊതുവെ ഇത്തരം കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരെല്ലാം ഈ തരത്തിൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുകൂടി കോടതി കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ഇരയുടെ കുടുംബവും അതീവ ദരിദ്രാവസ്ഥയിൽ കഴിഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല, ഈ ഘട്ടത്തിൽ കടക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ദരിദ്രമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ഒരുത്തനാണോ ഒരു പെൺകുട്ടിയെ പോയി ബലാത്സംഗം ചെയ്യേണ്ടത്? അതിനെ അതേപോലെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തേണ്ടത്? അത് മാത്രം ചിന്തിച്ചാൽ പോരെ, അത് കോമൺ സെൻസ് ആണ്. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്ത സ്മൃതി. സോറി. ശരി, വളരെ നന്ദി ജസ്റ്റിസ് കമാൽ പാഷ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. 8 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം. അതായത് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രത്യേക സംഘത്തെ അമീറുൽ ഇസ്ലാമിന്റെ സ്വഭാവം സംബന്ധിച്ച പഠനം നടത്തി റിപ്പോർട്ട് നൽകണമെന്നാണ്. മനഃശാസ്ത്ര ജയിൽ സ്വഭാവ റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിൽ പറയുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കും വരെ
അപ്പീലിൽ വിധി വരുന്നതുവരെ സ്റ്റേ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ശിക്ഷ ലഘൂകരിക്കാൻ കാരണമുണ്ടെങ്കിൽ അതും പഠിച്ച് റിപ്പോർട്ട് നൽകണമെന്നൊരു കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നത്.